ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോളേ ഇന്നിപ്പോൾ നമ്മൾ ഓട്ടം തരുമോ? തുവൂർ പഞ്ചായത്തിൽ നീലാഞ്ചേരി യൂണിറ്റും വലിയട്ട് യൂണിറ്റും അങ്ങനെ അല്ലേ? നീലാഞ്ചേരി യൂണിറ്റ്, വലിയട്ട് യൂണിറ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലേക്കുള്ള ഭക്ഷണപ്പൊതികളുമായിട്ടുള്ള ഒരു ഓട്ടമാണിട്ടത്. വണ്ടി നിറച്ച് സാധനമാണ്, ഫുള്ള് ഭക്ഷണങ്ങളാണ്. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർക്കുള്ള ഭക്ഷണമാണ് വണ്ടിക്കകത്തുള്ളത്. ഇത് സ്ഥിരം അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. DYFIൻ്റെ ഒരു സേവനമാണ്. അത് അവിടെ ഡെയിലി ഉണ്ട്. അതിങ്ങനെ ഓരോ ദിവസവും ഓരോ മേഖലയിലൂടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരും. തുവൂർ പഞ്ചായത്ത്, അങ്ങനെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, മേഖലാടിസ്ഥാനത്തിൽ, യൂണിറ്റ് അടിസ്ഥാനത്തിൽ, അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട്. മറ്റ് സംഘടനകൾ കൊടുക്കുന്ന അതേപോലെ DYFIൻ്റെ ഒരു പ്രവർത്തനമാണിതും. നന്മ നിറഞ്ഞൊരു പ്രവർത്തനമാണ്. ഇതിലൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം. ഞാനിതിനകത്ത് ഭാഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വണ്ടി ഓട്ടം പോകുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു ലോഡ് ഭക്ഷണം തന്നു കേട്ടോ. ഇത്ര ആളുകൾ 1200 1200ഓളം ആളുകൾക്കുള്ള ഭക്ഷണം ഈ വണ്ടിക്കകത്ത് ഇപ്പം ഉണ്ട്. ഇതുവരെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മേഖലയിൽ നിന്നും ഇങ്ങനെ ഡെയിലി എത്തും. അവിടെ ഉച്ചഭക്ഷണമാണ്. മറ്റുള്ള എല്ലാ സംഘടനകളും ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് DYFIൻ്റെ ചുണക്കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഇവരുടെ കൂടെയും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. വണ്ടിയിൽ സാധനമൊക്കെ ഇറക്കി കഴിഞ്ഞ് വണ്ടി തിരിച്ചു പോകാനൊരുങ്ങാണ്. പെട്ടികളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കൽ തുടങ്ങി. നമ്മളെ വണ്ടിക്ക് ഒരു ഓട്ടമാണ്, മാത്രമല്ല ഒരു ചെറിയ സേവനം കൂടിയാണ് കേട്ടോ. ഒരു ഓട്ടം മാത്രമല്ല, നമ്മൾ അത്യാവശ്യം വാടക വരുന്നൊരു ഓട്ടമാണ്. പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത്. വലിയ വാടക ഒന്നും വാങ്ങാതെ ചെറിയ വാടകയ്ക്ക് നമ്മളെ കഴിയുന്ന ചെറിയൊരു സേവനം കൂടി മാത്രം. അപ്പോൾ ഇതൊന്നും പരസ്യപ്പെടുത്തേണ്ട സംഭവമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇങ്ങനെ അങ്ങ് കടന്നു പോകും എന്നുള്ളൊരു വ്ളോഗാണിത്. ഓക്കെ. അപ്പോൾ ഏകദേശം ചോറ് മുക്കാലും കൊടുത്തു കഴിഞ്ഞു. ഒരു ഭയങ്കര സംഭവമാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ മഞ്ചേരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിങ്ങനെ നിൽക്കും ഉച്ചയ്ക്ക്. അപ്പോൾ ഇതുപോലുള്ള സംഘടനകൾ കൊടുന്നു കൊടുക്കുന്ന ഭക്ഷണം DYFI, അതുപോലെ KMCC, SYS, KSSF ഇതുപോലുള്ള സംഘടനകളൊക്കെ ഇവിടെ പല രീതിയിലുള്ള സേവനങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജ് കോഴിക്കോടാണെങ്കിലും മെഡിക്കൽ കോളേജ് മഞ്ചേരി ആണെങ്കിലും എല്ലായിടത്തുമുണ്ട് ഇവരുടെ സേവനം. ആർക്കും ഒന്നിനും ഒരു വിഷമവും വരാതെ എല്ലാ രംഗത്തും സജീവമായിട്ട് സേവനം നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അക്കൂട്ടത്തിൽ DYFI കരുത്താർജിച്ച് വരിക തന്നെയാണ്. ഭക്ഷണ വിതരണത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്നൊരു സംഘടന തന്നെയാണ് DYFI. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകും. അത് നമ്മൾ കാണിക്കുന്നതെന്ന് മാത്രം. നമ്മളെ വണ്ടി ഉണ്ടോ, കൂട്ടിയൊക്കെ അവരെ കൂട്ടിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ. ഇതിനകത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് ആരും ചിന്തിക്കരുത്. രാഷ്ട്രീയമല്ല ഇവിടെ, പാർട്ടിയോ രാഷ്ട്രീയമൊന്നുമല്ല. ഇവിടെ സേവനമാണ്. ഇതൊരു സേവന സംഗമം മാത്രമാണ്. അത് കരുതിയാൽ മതി, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ. ആരും വ്യക്തിപരമായിട്ടോ മറ്റുള്ള രീതിയിലോ ഒന്നും ചിന്തിക്കരുത്. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ സംഭവം ഇവിടെ അവസാനിക്കുകയാണ്.
ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.